നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ രംഗത്ത് വരികയാണ്. ഹമാസിന്റെ പല നേതാക്കളും ഈയിടെ പാക് അധിനിവേശ കശ്മീരിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഈ ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭാ സംഘടന തീവ്രവാദ പ്രസ്ഥാനങ്ങളായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ ത്വയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഹമാസ് നേതാക്കൾ ഇവർക്കൊപ്പമാണ് വേദി പങ്കിട്ടത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇന്ത്യയോട് ഹമാസിനെ നിരോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീവ്രവാദത്തിനെതിരായ ഇസ്രായേലിന്റെ പോരാട്ടത്തിന് ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ രാജ്യം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഹമാസിനെ രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമില്ല. അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഹമാസിനെ ആഗോള തീവ്രവാദ സംഘടനയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രകരായ ലഷ്കർ ഇ ത്വയ്ബയെ 2023 ഇസ്രായേൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡറായിരുന്ന നവൂർ ഗിലോൺ ഇതേ മാതൃകയിൽ ഭാരതവും ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. പാർലമെന്റിലും ചില അംഗങ്ങൾ ഹമാസിനെ രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം UAPA നിയമത്തിന് കീഴിൽ വരുന്ന ഒന്നാണെന്നും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മാത്രമേ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിനൊപ്പം പലസ്തീൻ ജനതയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനും ഇന്ത്യ എല്ലാ സഹായങ്ങളും നൽകുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ അംഗത്വം നൽകുന്നതിനെയും ഇന്ത്യ പൂർണ്ണമായി അനുകൂലിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രായേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെങ്കിലും ഹമാസിനെ നിരോധിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചപ്പോൾ പോലും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ കശ്മീർ വിഘടനവാദികളുടെ യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഹമാസിനെ നിരോധിക്കാൻ ഇനിയും വൈകരുതെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കവേ ഹമാസിനെതിരായ പുതിയ നീക്കവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്.